പ്രിയപ്പെട്ടവരെ, ഡോൺ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന സിന്ധു അപ്പുക്കുട്ടൻ്റെ കഥകൾ നോവോവർമ്മകൾ പെയ്യുന്ന വീട് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് ആരംഭിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിലെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ഈ ഡയസിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്കാകെ കിട്ടുന്നത് 30 മിനിറ്റാണ്. 30 മിനിറ്റിൽ 15 പേരെ നമ്മളൊരു വേദിയിൽ ഉൾക്കൊള്ളിച്ചാൽ നമുക്കൊരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 3 തവണത്തെ ഒരു ഇതോടുകൂടി നമുക്ക് മനസ്സിലായി ഒത്തിരി അതിഥികൾ വന്നു കഴിഞ്ഞാൽ ആർക്കും സംസാരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ സമയം കിട്ടും. ആ ഉള്ള സമയം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സ്വാഗത പ്രസംഗകൻ ഞാൻ തന്നെയാണ്, അനിൽ വേഗ, പ്രസാധകൻ. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രകാശിപ്പിക്കുന്നവരൊക്കെ അത് വായിച്ചിട്ടുണ്ട്. ഞാനും പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് പ്രിയങ്കരിയായ സുമംഗല സുനിലാണ്. സംസ്ഥാന ഡബ്ബിംഗ് അവാർഡ് നേടിയ ആളാണ്. അതിലെല്ലാം ഉപരി ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയങ്കരിയായ വ്യക്തിയാണ്. കാർട്ടൂണിസ്റ്റ് സുകുമാർ സാറിൻ്റെ മകളാണ് ശ്രീ സുമംഗല സുനിൽ. വളരെ നാളുകളായിട്ട് ഞങ്ങൾ പരിചയക്കാരാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന പ്രിയങ്കരിയായ സുമംഗല സുനിലിനെ ഡോൺ ബുക്സിന് വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കാർട്ടൂണിസ്റ്റ് ദിലീപാണ്. അദ്ദേഹത്തിൻ്റെ ഞായറാഴ്ച കാർട്ടൂൺ എന്ന് പറയുന്ന ഒരു പുസ്തകം കഴിഞ്ഞ സീസണിൽ നമ്മൾ പ്രകാശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 5-6 വർഷമായിട്ട്, 6 അല്ല അതിൽ കൂടുതലായിട്ട്, എല്ലാ ഞായറാഴ്ചകളിലും ഒരു കാർട്ടൂൺ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ വരച്ചിടും. അപ്പം ശനിയാഴ്ച അദ്ദേഹത്തിന് മെസ്സേജ് വരും ഞായറാഴ്ചത്തെ കാർട്ടൂൺ ഉണ്ടാകുമോ എന്നറിയാൻ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കുറേ ആളുകൾ, ആരാധകർ അദ്ദേഹത്തിനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ ഞായറാഴ്ച കാർട്ടൂണുകൾ കാണാനായിട്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. സാധാരണ കാർട്ടൂണുകൾ വായിച്ചാൽ ഇപ്പോൾ അങ്ങ് ചിരിക്കണോ കരയ്ക്കണോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. കാർട്ടൂൺ എന്താണെന്നറിയാൻ മേലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ ദിലീപിൽ പലപ്പോഴും ദിലീപിൻ്റെ കാർട്ടൂണുകൾ അസാധാരണമായ ചിരികളൊന്നും ഉണർത്തിയില്ലെങ്കിൽ ഒരു മന്ദസ്മിതം ഉണ്ടാവും. അങ്ങനെയുള്ള ഈ പറയുന്ന കാലിക വിഷയങ്ങളെ ഓരോ ഞായറാഴ്ച എടുത്ത് ആണ് അദ്ദേഹം ഇങ്ങനെ കാർട്ടൂണായിട്ട് അവതരിപ്പിക്കുന്നത്. എൻ്റെ ആത്മസുഹൃത്താണ്. ദിലീപ് തിരുവട്ടാറിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നമ്മുടെ പ്രിയങ്കരിയായ സിന്ധു അപ്പുക്കുട്ടൻ അവരെഴുതിയ കഥയാണ്. ഈ ബുക്ക് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ലേഔട്ട് ചെയ്തെങ്കിലും ഇതിൻ്റെ കവർ ഡിസൈനൊക്കെ സിന്ധുവിൻ്റെ തന്നെ ആശയമാണ്. സിന്ധുവാണ് ഇന്ന പടം വേണം. ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ്, അപ്പോൾ സിന്ധുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ആവാം. അത് അതിലെ അതിൻ്റെ തുടക്കത്തിലൊക്കെ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടിരുന്നു. നല്ല കഥകളാണ്, വായിക്കാൻ ഇമ്പമുള്ള പുതിയ കാലത്തെ കഥകളാണ്. അവരുടെ നോവും ആധിയും വ്യഥകളും എല്ലാം ആ കഥയിലുണ്ട്. പ്രിയങ്കരിയായ സിന്ധു അപ്പുക്കുട്ടനാണ്, എൻ്റെ പുസ്തകമാണ് നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. സിന്ധു അപ്പുക്കുട്ടനെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, ഈ ചടങ്ങിന് അധ്യക്ഷനില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ പ്രിയങ്കരിയായ സുമംഗല സുനിലിനോട് അഭ്യർത്ഥിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങാൻ ശ്രീ ദിലീപ് തിരുവട്ടാറിനോട് അഭ്യർത്ഥിക്കുന്നു. ഇവർ പുസ്തകം പ്രകാശിപ്പിച്ച ശേഷം 2 പേര് സംസാരിക്കും. തുടർന്ന് മറുപടി പ്രസംഗം. പുസ്തകം പ്രകാശിപ്പിക്കുവാനായിട്ട് പ്രിയങ്കരിയായ സുമംഗല സുനിലിനോട് അഭ്യർത്ഥിക്കുന്നു. സുമംഗല സുനിൽ സംസാരിക്കും. വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇവരെല്ലാം എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് സഹോദര സ്ഥാനീയരാണ്. ഇവരൊക്കെ വേദിയിൽ ഒരു ഔപചാരികമായി കാണേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സിന്ധു, പിന്നെ ഈ
സദസ്സിലിരിക്കുന്ന പുസ്തക പുസ്തക പ്രേമികൾ അല്ലെങ്കിൽ പുസ്തകത്തെ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒരു മഹത്തായ വേദിയിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സ്നേഹത്തോടെ വന്നിട്ടുള്ളവർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും ഞാൻ ആയിട്ടില്ല. കാരണം ഞാൻ വെറും ഒരു ആസ്വാദകയാണ്. സിന്ധുവിൻ്റെ മിക്കവാറും FBയിൽ വരുന്ന കഥകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ സിന്ധു എന്ന ആ കൊച്ചു കൂട്ടുകാരിയെ ഞാൻ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. അത് പറയണമല്ലോ. അല്ലാതെ സിന്ധുവിനെ എനിക്ക് നന്നായി അറിയാം, സിന്ധുവിൻ്റെ കഥകളിലൂടെ. അപ്പോൾ ഞാൻ കാണുന്ന സിന്ധുവിനേക്കാൾ ഞാൻ അറിയുന്ന സിന്ധുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അതിലേറെ ഇഷ്ടമായി. ആ സിന്ധു എന്ന് പറയുന്ന സിന്ധു അപ്പുക്കുട്ടൻ എന്ന വ്യക്തി ആ കഥകളിലൂടെ നമ്മളിലേക്ക് വരുമ്പോൾ എത്ര മനോഹരമായ കഥകളാണ് അവയെന്ന് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ചടങ്ങ് പോലെ തന്നെ ലളിതമായ കഥകളാണ്, നമ്മളുടെ കഥകളാണ്. അതിലെ തുടക്കത്തിൽ മായ മുതൽ ഓരോരുത്തർ, ഗൗരി, ഇന്ദു, അലീന, അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവരാണ്. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു വേദനകൾ, കൊച്ചു കൊച്ചു വിഷമങ്ങൾ, അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഇതൊക്കെയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനും സിന്ധുവും നമ്മളും അതിലിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. നീ അലീനയാണെങ്കിൽ ഞാൻ ഗൗരിയാണ് എന്ന് പറയുന്നത് പോലെ അത്ര മനോഹരമായ ആഖ്യാന ശൈലി, ലളിതമായ പദങ്ങൾ, മനോഹരമായ അതിൻ്റെ എൻഡിങ്, തുടക്കം മുതൽ പിടിച്ചിരുത്തുന്ന ഒരു മാസ്പരമായ പ്രതിപാദന ശൈലി, അങ്ങനെയൊക്കെയുള്ള ഒരു കൊച്ചു മനോഹരമായ പുസ്തകം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. സിന്ധുവിനെ ഇഷ്ടപ്പെടുന്നവർക്കാർക്കും ആ കഥകളെ മറക്കാൻ പറ്റില്ല. കാരണം ആ കഥകൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. കൊച്ചു കൊച്ചു വേദനകൾക്കിടയിലും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ വളർത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്തുണ്ട്. ചുരുക്കം ചിലർ സുല്ലിട്ട് പോകുന്നുണ്ട്. അതിനകത്തൊരു കഥാപാത്രം സ്മിത എന്ന്, തൻ്റെ കുഞ്ഞിനെ മാറോടണക്കി പിടിച്ചുകൊണ്ട് അവർ എന്നേക്കും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുകയാണ്. ആ ഒരു കഥ മാത്രം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അവർക്ക് നിൽക്കായിരുന്നില്ല ഈ ഭൂമിയിലെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം നമ്മളെ പിടിച്ചിരുത്തി കരച്ചിലിൻ്റെ വക്കത്തെത്തിക്കുന്ന കഥകളും ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും മനോഹരമായ ഈ കഥകളടങ്ങുന്ന ഈ കൊച്ചു പുസ്തകം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സിന്ധുവിനെ അറിയിക്കുക. സിന്ധുവിന് ഇനിയും ഒരുപാട് ഇത്തരം പുസ്തകങ്ങൾ എഴുതാൻ പ്രചോദനമാകട്ടെ. ഭാവിയിൽ നല്ലൊരു വലിയൊരു കഥാകൃത്തായി മാറാൻ, അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റായി മാറാൻ സിന്ധുവിന് കഴിയട്ടെ എന്ന് ഞാൻ എൻ്റെ നിറഞ്ഞ ഹൃദയത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ദിലീപ് തിരുവട്ടാർ. പ്രിയപ്പെട്ടവരെ, നോവോർമ്മകൾ പെയ്യുന്ന വീട്, ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉള്ളടക്കം. അനുഭവങ്ങളാണ് പിൽക്കാലത്ത് നമുക്ക് ഓർമ്മകളായി മാറുന്നത്. ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ രണ്ടും ഉണ്ടാവാം. അതൊക്കെ വ്യക്തിയാധിഷ്ഠിതങ്ങളാണ്. ഏത് അനുഭവവും കാലാന്തരത്തിൽ ഓർമ്മകളായി മാറും. ഇവിടെ നോവുന്ന ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ് ഈ കഥകളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമതി സിന്ധുവിൻ്റെ സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്നാണ്. ഇതിൽ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അനുഭവമുള്ളവർക്കേ നല്ലൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആവാൻ സാധിക്കൂ എന്നാണ് എൻ്റെ പക്ഷം. ശ്രീമതി സിന്ധുവിൻ്റെ എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായ അഭിപ്രായങ്ങളും ഞാൻ രേഖപ്പെടുത്താറുണ്ട്. എന്തായാലും ആ അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കാനും ഇതുപോലെ ഒരു വേദിയിൽ പ്രകാശിപ്പിക്കുവാനും കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം ലഭിച്ചതിലും സന്തോഷമുണ്ട്. ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് ശ്രീമതി സിന്ധുവിന്
ഇത് നൽകുന്ന ഒരു ആത്മവിശ്വാസം ഉറപ്പായും ചെറുതല്ല. ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതട്ടെ, അതിനുള്ള നോവുന്ന ഓർമ്മകൾ മാത്രമല്ലാണ്ട് നല്ല ഓർമ്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നോവോർമ്മകൾ സമ്മാനിച്ച സുദിനം നല്ലൊരു ഓർമ്മയായി എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറുപടി പ്രസംഗത്തിനായി പ്രിയങ്കരിയായ സിന്ധുവിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിച്ച് യാതൊരു ശീലവുമില്ല. അതിൻ്റേതായ പല ടെൻഷനുകളോട് കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും. എൻ്റെ ചിരകാലാഭിലാഷമായ നോവോർമ്മകൾ പെയ്യുന്ന വീട് എന്ന ഈ കഥാസമാഹാരം ഇവിടെ യാഥാർത്ഥ്യമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ ജീവിതത്തെ എൻ്റേതായ ശൈലിയിൽ സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിച്ചപ്പോൾ അതൊക്കെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കഥകളായി. പലരും നല്ല അഭിപ്രായങ്ങൾ പറയുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും എഴുത്തുകാരി എന്നൊരു പട്ടം ചാർത്തി തരികയും ചെയ്തപ്പോൾ പുസ്തകം എന്ന മോഹം മനസ്സിൽ വേരൂന്നി. എന്നിരുന്നാലും അതിനുവേണ്ടി യാതൊരു പ്രയത്നവും നടത്തിയില്ല എന്നതായിരുന്നു സത്യം. എന്നിട്ടും ഒരു നിയോഗം പോലെ എൻ്റെ പുസ്തകം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. മഹനീയമായ ഈ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് പ്രകാശനം നടത്താനുള്ള ഭാഗ്യവും കൈവന്നിരിക്കുന്നു. ഇപ്പോഴും എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ എന്തൊക്കെയോ സംഭവിക്കുന്നു. ആ ഒരു ഒഴുക്കിൽപ്പെട്ട് ഞാനും മുന്നോട്ട് പോകുന്നു. എന്നിരുന്നാലും ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ വേദിയിൽ വെച്ച് ഈ പുസ്തകം പ്രകാശിപ്പിച്ച് എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിക്കുട്ടി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയും സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവുമായ ശ്രീമതി സുമംഗല സുനിൽ ചേച്ചിയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സമ്മതിച്ച് ഇവിടെ എത്തിച്ചേർന്നതിനും ഈ ചടങ്ങ് ഗംഭീരമാക്കി തന്നതിനും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങി സംസാരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ ദിലീപ് തിരുവട്ടാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ഈ പുസ്തകത്തിനു വേണ്ടി നല്ലൊരു അവതാരിക എഴുതി തന്ന എൻ്റെ കൂട്ടുകാരിയും കൂട്ടക്ഷരങ്ങൾ പേജിൻ്റെ സാരഥിയുമായ ശ്രീമതി പവിത്ര ഉണ്ണിയോടും ആശംസകൾ അർപ്പിച്ച ശ്രീ ദീപു ആറ്റിങ്ങൽ മാഷിനോടും എല്ലാത്തിനുമുപരി ഇങ്ങനെ ഒരു പുസ്തകം മനോഹരമായി തയ്യാറാക്കിയ ഡോൺ ബുക്സിനും അതിൻ്റെ അമരക്കാരൻ ശ്രീ അനിൽ മാഷിനും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നോവോർമ്മകൾ പൊയ്യുന്ന വീട് എന്നൊരു കഥ എഴുതി കൂട്ടക്ഷരങ്ങൾ പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് ചേർന്നൊരു ചിത്രം എഡിറ്റ് ചെയ്ത് ചേർത്ത് വെച്ചത് അതിൻ്റെ അഡ്മിൻ കൂടിയായ ശ്രീമതി ജയശ്രീ ജോണായിരുന്നു. അത് ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ ആ ചിത്രത്തെക്കുറിച്ച് പറയുകയും ഇതിൻ്റെ കവർ ചിത്രമായി ആ ചിത്രം ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതെല്ലാം എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കുകയും ചെയ്തു. അതിന് ശ്രീമതി ജയശ്രീ ജോണിനോടും എനിക്ക് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരാലും വായിക്കപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി ജീവിച്ച എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഈ പുസ്തകം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മുടെ പല പ്രകാശനങ്ങളും നമ്മൾ ഉണ്ടെങ്കിലും വളരെ നിഷ്കളങ്കമായ ഒരു മറുപടിയാണ് നിങ്ങൾ കേട്ടത്. കാരണം സാധാരണ നിലയ്ക്ക് നമ്മളിങ്ങനെയുള്ള ഇതിലും പല മറുപടികൾ വരുമ്പോഴും ഇല്ലാത്ത പല കാര്യങ്ങളും ഇതിലേക്ക് ചേർക്കുകയും ആ ഇല്ലാത്ത കഥകളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ വളരെ സത്യസന്ധമായി പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ബാക്കി വരുന്നതെല്ലാം നമ്മളിപ്പം പറഞ്ഞ AI ക്രിയേഷൻസാണ് പലതും. ആ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നമുക്കൊരു കഥ, നമ്മുടെ ഒരു ആശയം ഉണ്ടെങ്കിൽ ഈ ആശയം AI ഏതെങ്കിലും ബോട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലും ഗംഭീരമായ ഒരു കഥാസന്ദർഭത്തിലേക്ക് അത് കൊണ്ടുപോകുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. നാളെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പല ആത്മകഥകളും വായിച്ചിട്ടുണ്ട്.
ആ ആത്മകഥകളൊക്കെ വായിക്കുമ്പോൾ, ഈ പൊള്ളുന്ന ഓർമ്മകൾ വായിക്കുമ്പോൾ ഒരാൾക്ക് ഇത്രയും പൊള്ളുന്ന ഓർമ്മകളുണ്ടോ എന്ന് നമുക്ക് തോന്നും. നമ്മളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരെ, പക്ഷേ ചിലർക്ക് 3, 4, 5, 6 പുസ്തകം എഴുതി കഴിഞ്ഞാലും പൊള്ളുന്ന ഓർമ്മകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ചെറിയ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം ബാക്കിയെല്ലാം ഫിക്ഷൻസാണ്. നമുക്ക് കേൾക്കുന്ന ഒരു കഥ, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേട്ട ഒരു കഥയിൽ നമുക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം അതിലേക്ക്. ഇപ്പം ഒരിടത്തൊരു ആക്സിഡൻറ്റ് നടന്നു, ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തു നിന്ന് ഒരാളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഈ കൊണ്ടുപോയ ആൾ ഞാനാണെന്ന് വേണമെങ്കിൽ എഴുതാം, ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് എഴുതാം. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ഈ അനുഭവങ്ങൾ പലപ്പോഴും കാണുന്നത്. ഈ അനുഭവങ്ങളെക്കാൾ കൂടുതൽ അനുഭവങ്ങളുള്ള സാധാരണ മനുഷ്യർ ഇത്ര അനുഭവങ്ങൾ വായിച്ചിട്ട് അവർ കരയും. കാരണം ഇങ്ങനെയുണ്ടോ ജീവിതത്തിൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, അതാണ് അതിൻ്റെ സത്യം. പക്ഷേ സിന്ധുവിൻ്റെ പുസ്തകത്തിൽ അവരെഴുതിയതിൽ അവരുടെ നന്മയുണ്ട്, അവർ സംസാരിച്ചതിൽ ആ ജീവിതമുണ്ട്. അത് തിരിച്ചറിഞ്ഞത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത് ഒരു നല്ല അനുഭവമായിട്ട് തോന്നുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ഈ പ്രകാശനം ചെയ്ത പ്രിയങ്കരിയായ സുമംഗല, അതുപോലെ തന്നെ ദിലീപ് തിരുവട്ടാറ്, നമ്മുടെ പ്രിയങ്കരിയായ കഥാകാരി, അതുപോലെ ഈ ചെറിയ ഇതിൽ നമ്മൾ ആരെയും വിളിക്കാതെ തന്നെ ഇത്രയും പേര് ഇവിടെ വന്നിരുന്ന ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രിയങ്കരിയായ പാർവതി ചേച്ചി ഇവിടെയുണ്ട്, നമ്മളോട് വന്ന് ഇവിടെ ഇരുന്നു കേട്ടു. ഇത് കഴിഞ്ഞൊരു പ്രകാശനം ഉണ്ടെന്ന് പറയുന്നു, ഒത്തിരി നാൾ കൂടി കാണാൻ പറ്റി, വളരെ സന്തോഷം. ഒരു കാര്യം കൂടെ പറയണം, നമ്മൾക്ക് ഇനിയും 12 മിനിറ്റ് 39 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾ ഈ പ്രകാശന ചടങ്ങ് അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ ഒത്തിരി പേര് വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഓടി തിമിർത്ത് ഗുരുവായൂരെ കല്യാണം പോലെയുള്ള പ്രശ്നമാകുന്നത്. ഇതൊന്നുമില്ല, ഞങ്ങളിത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ 12 മിനിറ്റ് 20 സെക്കൻഡ് അടുത്ത ആൾക്കാർക്ക് ഇവർ കൊടുക്കാൻ ഒരു സാധ്യതയില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ വളരെ നന്ദി. പ്രത്യേകിച്ച് നിയമസഭയ്ക്ക് വളരെ നന്ദി. ഞങ്ങളെപ്പോലുള്ള ചെറിയ പ്രസാധകർക്ക് ഇങ്ങനെയുള്ള സ്പേസ് കിട്ടുന്നത് വലിയ കാര്യമാണ്. അതിപ്പോൾ അപ്പുറത്ത് ഒരു ചടങ്ങിൽ, ഞങ്ങളുടെ പ്രസാധകരുടെ ഒരു സംഘടനയുടെ ചടങ്ങിൽ ഞാനിത് തന്നെ പറഞ്ഞു. കുഞ്ഞു പ്രസാധകരാണ് ഇവിടെയുള്ള എല്ലാവരും. സത്യത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം, ഇവിടുത്തെ വലിയ പ്രസാധകരുണ്ട്. പക്ഷേ ഇത് ഭംഗിയാകുന്നത് ഈ ചിന്തിക്കട പോലെ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന ചെറിയ പ്രസാധകരുടെ ഈ കൂട്ടായ്മയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഞങ്ങളാണ് ഇതിൻ്റെ ഭംഗി. ശരിക്കും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു പ്രസാധകർ, ഞങ്ങൾ ചുമട് എടുത്ത് ഞങ്ങൾ തന്നെ പുസ്തകം അടുക്കി കൊണ്ടുവച്ച് ഞങ്ങൾ തന്നെ അതിൻ്റെ വിതരണക്കാരായി വരുന്നവർ. യഥാർത്ഥത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ പുസ്തകക്കെട്ടെടുക്കാൻ വന്നവരല്ല. ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരാണ്, പുസ്തകം സൃഷ്ടിക്കുന്നവരാണ് ഇവിടുത്തെ കുഞ്ഞു പ്രസാധകർ. ഓരോ പ്രസാധകരും, ഇപ്പോൾ സമതയിലെ ടീച്ചർ അയച്ച ഓരോ പ്രസാധകരും പുസ്തകം സൃഷ്ടിക്കുന്നവരാണ്. അങ്ങനെ വരുന്ന ഒരവസരത്തിൽ വേറെ ഒരിടത്തും ഇങ്ങനെ ഒരു സ്പേസ് കിട്ടത്തില്ല, നിയമസഭയല്ലാതെ. ഇത്രയൊരു സൗകര്യം വേറെ ഒരിടത്തുമില്ല. ഞങ്ങളിപ്പം പല സ്ഥലത്ത് ചെന്നാലും ഞങ്ങൾ കാഴ്ചക്കാരാണ്. മറ്റ് ലിറ്റററി ഫെസ്റ്റിവൽ പലതും ഉണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ കാഴ്ചക്കാരാണ്. വേണേൽ ടിക്കറ്റ് എടുത്ത് പുസ്തകം കേൾക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിയമസഭ എല്ലാവർക്കും ഒരുപോലെ, ചെറിയ കാര്യമല്ല, എല്ലാവർക്കും ഒരുപോലെ സ്പേസ്, ഒരേപോലെ നറുക്കെടുപ്പ്. പിന്നെ പുസ്തകങ്ങൾ ഓരോരുത്തരുടെയും വ്യത്യസ്തം അനുസരിച്ച് കച്ചവടം വ്യത്യാസം വരും. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരുപക്ഷെ നമ്മൾ ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മെഡലൊന്നും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഗ്രാമമൊക്കെ കാണാം, ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഞങ്ങളിതെല്ലാം ആസ്വദിക്കുകയും ഇതെല്ലാം കാണുകയും നല്ല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയും ചെയ്ത് പുതിയ പുസ്തകങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പടപ്പുറപ്പാടുണ്ട്. ഞങ്ങൾ ഓരോ പ്രസാധകരും, ചെറിയ പ്രസാധകരും. അങ്ങനെ ഇവിടെ എത്തിയ ഓരോ പ്രസാധകരെയും അഭിവാദ്യം ചെയ്യുന്നു. വളരെ സന്തോഷം. ഈ ചടങ്ങ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.